കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഡാം 999 നിരോധനത്തിനുമായി ബന്ധപ്പെട്ട് അത് ചർച്ച ചെയ്ത് പരിഹരിക്കുവാൻ സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ചെന്നൈയിൽ പോയിരുന്നു. അവിടെ വെച്ച് നടന്ന ചർച്ച ഒരു പോസിറ്റീവായിട്ട് നീങ്ങാതെ എൻ്റെ മൗലിക അവകാശമായ, അതായത് മുല്ലപ്പെരിയാർ ഡാം സൈറ്റിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പോയതിനെ വിമർശിച്ചുകൊണ്ട് നടപടിയിൽ ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിക്കുകയാണ്. കാര്യം മുല്ലപ്പെരിയാർ നാളെ തകരുകയാണെങ്കിൽ അതിലെ ഒരു വിക്ടിം ഞാനായിരിക്കും, എൻ്റെ കുടുംബാംഗങ്ങളായിരിക്കും, എൻ്റെ സുഹൃത്തുക്കളായിരിക്കും. അതിലേറെ ഒരു 10-25 ലക്ഷം പേരെങ്കിലും മിനിമം മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് എൻ്റെ മൗലിക അവകാശമാണ്. അതിലേറെ എൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റിയാണ്. ആ ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ മുല്ലപ്പെരിയാറിൽ പോയിരുന്നു. പക്ഷേ അവർ പറയുന്നത് ഞാൻ അവിടെ പോയി നിരാഹാരം കിടന്നു എന്ന് തുടങ്ങിയാണ് ചർച്ച ആരംഭിക്കുന്നത് തന്നെ. അത് ഞാൻ നിഷേധിച്ചു. ഞാൻ നിരാഹാരം കിടന്നിട്ടില്ല. പക്ഷേ നിരാഹാരം കിടക്കുന്നെങ്കിൽ തന്നെയും അതും എൻ്റെ ഒരു മൗലിക അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ഒരു സൂചനയായിട്ട് ഒരു നിരാഹാര സത്യാഗ്രഹം 18-ാം തീയതി മുല്ലപ്പെരിയാറിൽ നടത്തുകയാണ്. അതുകൂടാതെ ഇതിനൊരു പരിഹാരം പിന്നീട് 2 ആഴ്ച സമയം കൂടി ഞങ്ങൾ നൽകുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിനൊരു പരിഹാരം കിട്ടിയില്ലെങ്കിൽ 3-ാം തീയതി ജനുവരി 3-ാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് നീങ്ങുകയാണ്. കാര്യം സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചിട്ട് 16-ാം തീയതി മുമ്പ് ഇതിൻ്റെ തീരുമാനം അവരെടുക്കേണ്ടതാണ്. അവർ പോസിറ്റീവായിട്ട് എടുക്കാനായിരുന്നെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് എടുക്കാമായിരുന്നു. കാര്യം നിരോധനം അവർ 1-2 മണിക്കൂറിനുള്ളിലാണ് എടുത്തത്. പക്ഷേ ഈ നിരോധനം പിൻവലിക്കുവാനുള്ള അവരുടെ നീക്കം കഴിഞ്ഞ 2 ദിവസമായിട്ടും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഇനി അവരുടെ നീക്കം വരുന്ന മിക്കവാറും 15-ാം തീയതി ഈവനിങ് ആയിരിക്കും അവർ അറിയിക്കുക, കോടതി നിർദ്ദേശിച്ചതനുസരിച്ചിട്ട്. പക്ഷേ 16-ാം തീയതി രാവിലെ കോടതിയിൽ ഞങ്ങൾ വീണ്ടും കേസുമായി ചെല്ലുമ്പോൾ 16-ാം തീയതി തന്നെ കേസ് നടത്താൻ പറ്റില്ല. പക്ഷേ 16-ാം തീയതി മുതൽ സുപ്രീം കോടതി അവധി തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു രീതിയിലും ഇവർ സഹകരിക്കാത്തൊരു നിലയിൽ മറ്റു മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രതിഷേധ നിരാഹാരത്തിലൂടെ ആരംഭിക്കുന്നത്. മാത്രവുമല്ല, ആ ചർച്ചയിൽ ഞാൻ തമിഴ്നാടിനും കേരളത്തിനും ഏറ്റവും രണ്ടുപേരുടെയും ആവശ്യം പരിഹരിക്കാവുന്ന രീതിയിലുള്ള ഒരു സജഷൻ എൻ്റെ കൈവശമുണ്ടായിരുന്നു. പക്ഷേ അത് ചർച്ച ചെയ്യാൻ പോലും അവർ തയ്യാറായില്ല. അതിൻ്റെ കോപ്പി ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഹൈഡ്രോസ്റ്റാറ്റിക് ബാലൻസിങ് സൊല്യൂഷൻ എന്ന നിലയിൽ മുല്ലപ്പെരിയാറിൻ്റെ മുന്നിൽ ഇതുതന്നെയാണ് ഞങ്ങൾ സിനിമയിലൂടെയും ക്ലൈമാക്സിൽ കാണിക്കുന്നത്. പഴയ ഡാമിൻ്റെ മുന്നിൽ ഒരു പുതിയ ഡാം, അതിനേക്കാളും വലിയൊരു ഡാം വരുന്നു. പഴയ ഡാം അണ്ടർ വാട്ടറിലേക്ക് പോകുന്ന രീതിയിൽ ഒരു അണ്ടർ വാട്ടർ മോണുമെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ അതിനകത്ത് കാണിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഈ പഴയ ഡാമിൻ്റെ അപ്പുറവും ഇപ്പുറവും വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ ഭൂകമ്പത്തിൽ ഡാം തകരുമെന്നുള്ള ഭീതിയെ വേണ്ട. കാര്യം പിന്നീട് പ്രഷറില്ല പഴയ ഡാമിൽ. അപ്പോൾ തമിഴ്നാടിൻ്റെ ആവശ്യമായ ചിലപ്പോൾ വൈകാരിക പ്രശ്നമായിരിക്കാം, രാഷ്ട്രീയ പ്രശ്നമായിരിക്കാം, മുല്ലപ്പെരിയാർ പൊളിക്കരുത് എന്നുള്ള ആവശ്യവും കേരളത്തിൻ്റെ ആവശ്യമായ പുതിയ ഡാം എന്നുള്ള ആവശ്യവും മാത്രമല്ല, മുല്ലപ്പെരിയാറിൻ്റെ മാക്സിമം കപ്പാസിറ്റി 15 TMC എന്നുള്ളതിൽ നിന്നും നല്ല വർഷകാലത്ത് കൂടുതൽ വെള്ളം കിട്ടുകയാണെങ്കിൽ 20 TMC വരെയും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് തമിഴ്നാടിന് ഇപ്പോൾ ഈ കപ്പാസിറ്റി കുറയുന്നതോടുകൂടി 10 TMC വരെ ഈ ഹൈറ്റിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി അത് കുറയ്ക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ഓരോ വർഷവും ഇത് കുറഞ്ഞു പോവുകയും തമിഴ്നാട് വരളുകയും ചെയ്യുന്നതിന് പരിഹാരമാകും കൂടുതൽ വെള്ളം. കാര്യം ഓരോ വർഷവും വെള്ളത്തിൻ്റെ കൺസംഷൻ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജലം തമിഴ്നാടിന് കൊടുക്കാനും സാധിക്കും. അതേസമയം നമ്മളുടെ ഇവിടുത്തെ പുതിയ ഡാം എന്നുള്ള ആ ഒരു സ്വപ്നവും നടക്കും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു കരട് രൂപരേഖയാണിത്. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് ഞങ്ങൾ പിന്നീട് പുറത്തുവിടുന്നതാണ്. ഇതുതന്നെ ഈവൻ ഇപ്പോഴുള്ള ഈ ഒരു മെത്തേഡിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതിനുവേണ്ടി കൂടുതൽ സമയം ഇടാനേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. കാര്യം ഇതിനകം ഞങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് അതൊന്നും ഫലവത്താവാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അത് ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് മെത്തേഡ്സ് അനുസരിച്ചിട്ട് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് കാര്യം ഞങ്ങൾ ഷിപ്പ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കടലിൽ ഈ വെള്ളത്തിൽ നിൽക്കുന്ന ഒരു വലിയ കപ്പലിനെ അമ്മാനമാടുന്നൊരു അവസ്ഥയിൽ ഇപ്പോഴുള്ള ടാങ്കേഴ്സിനൊക്കെ 2 ഹള്ളുണ്ട്. പക്ഷേ കുറച്ച് നാൾ മുമ്പേ ഒരു ഹള്ളുള്ള സമയത്ത് ഇതിനകത്തൊരു ഓട്ടോ വീണാൽ പോലും ഇതിനുള്ളിലെ എണ്ണ പുറത്തേക്ക് ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ബാലൻസിങ് മെത്തേഡ് എന്നുള്ള ഒരു മെത്തേഡ്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സാധനമാണ്. അത് കൂടുതൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായ റിപ്പോർട്ട് തരാവുന്നതാണ്.
ഡാം 999 നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ ഒരുപാട് എതിർപ്പുകൾ നടത്തുവാൻ വേണ്ടി ഇവിടുത്തെ പല സംഘടനകൾ, സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള സംഘടനകളുണ്ടായിരുന്നു. ഇതിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ സംഘടനകളുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പേര് കഷ്ടപ്പെട്ടൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു വളരെ സോഷ്യൽ റിലവൻസ് ഉള്ള ഒരു സബ്ജക്റ്റിൽ ചെയ്ത ഒരു ചിത്രം തമിഴ്നാട്ടിൽ ബാൻ ചെയ്തിട്ട് അതിനെതിരെ പ്രതികരിക്കുവാനായിട്ട് ഇവിടുത്തെ ഒരു സംഘടനയും മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും മാത്രം ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ ഇതേപോലുള്ള സംഘടനകളുടെ ആവശ്യമുണ്ടോ നമുക്ക് എന്നുള്ളതും ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുകയാണ്. അതിനുള്ള പ്രതിഷേധം അറിയിക്കുവാൻ വേണ്ടി മാത്രമല്ല, ഈ ഒരു ചിത്രത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ മാത്രമല്ല, ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ സമയത്തും ഞങ്ങൾക്ക് ഒരു തിയേറ്ററും വിട്ടു തന്നിട്ടില്ല ഇവിടുത്തെ ഒരു അസോസിയേഷൻ. ഞങ്ങളിപ്പോൾ ബാൻ ചെയ്തിരിക്കുകയാണ് ഈ സിനിമയും സിനിമാ സംവിധാനം. എന്നെ ഒഫീഷ്യലി പറഞ്ഞില്ല, കാര്യം ഞാൻ സംഘടന ഇല്ലാത്തതുകൊണ്ട് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. പക്ഷേ തിയേറ്റേഴ്സിനെല്ലാം ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഡാം 999 എങ്ങും കളിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇത് ചിത്രം ഇത് അസോസിയേഷനിൽ ഇല്ലാത്ത 75ഓളം തിയേറ്ററുകളിൽ മാത്രമാണ് ഈ ചിത്രം കാണിക്കാൻ സാധിച്ചത്. പക്ഷെ അതും അവർക്ക് പരിമിതികളുണ്ട്. കാര്യം അവർ ഓൾറെഡി അഡ്വാൻസ് കൊടുത്ത് ഫെസ്റ്റിവൽ സിനിമകൾ വരുന്നുണ്ട്. ഡാം 999 അന്ത്യകൂദശ വ്യാഴാഴ്ചയോടുകൂടി കേരളത്തിൽ സംഭവിക്കുകയാണ്. അതിന് ഞങ്ങളല്ല ഉത്തരവാദികൾ, ഇവിടുത്തെ സംഘടനകൾ മാത്രമാണ്. ഇതിന് ഞങ്ങൾ ആയിരക്കണക്കിന് പോസ്റ്റേഴ്സ് അടിച്ചത് ഒട്ടിക്കാൻ പോലും ഇവർ സമ്മതിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നതിനേക്കാളും വളരെ നീചമായിട്ടുള്ള, നികൃഷ്ടമായിട്ടുള്ള, ഒരിക്കലും, അതായത് നമ്മുടെ സമൂഹത്തിന് എതിരെയാണ് ഈ ഇവിടുത്തെ അസോസിയേഷൻസ് ഈ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ചിത്രം അത് കലാമൂല്യം ഉള്ളതോ ഇല്ലയോ ഇല്ലാത്തതോ അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഒരു സോഷ്യൽ റിലവൻസ് ഉണ്ട് എന്ന് 100% ഉറപ്പുള്ള ഒരു സബ്ജക്റ്റ് കാണുവാനുള്ള ജനങ്ങളുടെ റൈറ്റിനെയാണ് ഇവർ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇത് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് നല്ലതല്ല. ഒരിക്കലും ഇതുപോലുള്ള ഒരു അവസ്ഥയിൽ ഇനി ഇതുപോലുള്ള പ്രോജക്ട്സ് എടുക്കാൻ ആരും ധൈര്യപ്പെടില്ല, ആരും കടന്നു വരില്ല. ഇതിനെതിരെ മീഡിയ ശക്തമായ നീക്കം നടത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിന് ഉള്ള ഒരു പ്രൊട്ടസ്റ്റായിട്ട് നാളെ തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നിടത്ത് കൈരളി തിയേറ്ററിന് മുന്നിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ പ്രതിഷേധം അറിയിക്കുവാൻ അവിടെ പോകുന്നുണ്ട്. അവിടെ ഒരു സമാധാനമായ രീതിയിലുള്ള പ്രതിഷേധവും നടക്കുന്നതാണ്. ഇതുകൂടാതെ കൊഴിഞ്ഞാമ്പാറ കൗമാലയ തിയേറ്ററിൽ ഈ സിനിമ കളിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് നിർത്തിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഒരു തിയേറ്ററിൽ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് നിർത്തിച്ചിട്ട് പോലും ഇവിടുത്തെ ഒരു സംഘടനയും അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്നിട്ട് ഇതിന്റെ പ്രദർശനം ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഒരു തിയേറ്റർ കണ്ടെത്തി ഇത് സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അത് വന്ന് നിർത്തലാക്കാണ്. ഞങ്ങൾക്ക് ആകെ ഒരു റിക്വസ്റ്റ്, ഞങ്ങൾ ഇവിടെ റിക്വസ്റ്റ് ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷന് കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് പ്രദർശിപ്പിക്കാൻ. ഇതുവരെ യാതൊരു പരിഗണനയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇതിന് ടാക്സ് ഫ്രീ ആക്കുമെന്ന് പറഞ്ഞ മന്ത്രി ഇതിന്റെ CD വാങ്ങിയിട്ട് അതിനും യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റും ഇല്ല, ഒരു ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. ഇപ്പം ഒരുപാട് താരങ്ങളുടെ ചിത്രങ്ങൾ ഇനി നിരനിരയായിട്ട് വരികയാണ്. ഇതൊക്കെ കാണിച്ചോട്ടെ, പക്ഷേ ഈ ചിത്രം കാണാനുള്ള ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടി ഒരു ഷോ, എല്ലാ ദിവസവും ഒരു നൂൺ ഷോ മതി, അല്ലെങ്കിൽ ഒരു മോർണിംഗ് ഷോ മതി. കാര്യം ഈ ചിത്രം കളിക്കേണ്ട തിയേറ്ററിൽ അല്ല ഇത് കാണിച്ചിരിക്കുന്നത്. ഇത്രയും ടെക്നിക്കൽ പെർഫെക്ഷനോടുകൂടി ചെയ്ത, സൗണ്ട് എഫക്ട്സോടുകൂടി ചെയ്ത ഒരു ചിത്രം ആകെ കാണിക്കാൻ പറ്റിയിരിക്കുന്ന 5 or 6 നല്ല തിയേറ്ററുകളാണ്. ബാക്കിയെല്ലാം ഒരിക്കലും ഇതുപോലുള്ളൊരു നല്ലൊരു തിയേറ്റർ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല തിയേറ്റേഴ്സ്, ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് നിങ്ങൾ മീഡിയയെങ്കിലും ഇടപെട്ടിട്ട് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പറയുക, ഇതൊരു സോഷ്യൽ റിക്വയർമെന്റ് എന്ന നിലയിൽ ജനങ്ങൾക്കൊരു അവയർനെസ്. ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഞങ്ങൾ കാണിക്കുന്നത് വെറും ദുരന്തം മാത്രമല്ല. ഈ ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ ജനങ്ങൾ രക്ഷപ്പെടണം, ഓടി രക്ഷപ്പെടണം, അവർക്ക് എങ്ങനെ വാർണിംഗ് കൊടുക്കണം, ഈ ഒരു മെസ്സേജാണ്. ഈ ക്ലൈമാക്സ് അരമണിക്കൂറുള്ളതിൽ 5 മിനിറ്റേ ഉള്ളൂ ഡാം ഡിസാസ്റ്റർ. പക്ഷേ അതിൽ ബാക്കി എല്ലാ സമയവും ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ കാണിക്കുന്നത്. അതാണ് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇവിടെ നമുക്കിപ്പോൾ ഇല്ലാതെ പോകുന്നതാണ്. ഇപ്പോൾ പുതിയ ഡാം വരുന്നെങ്കിലും വർഷങ്ങളെടുക്കും. ആ വർഷങ്ങളിടയിൽ ഒരു ദുരന്തം വരികയാണെങ്കിൽ അത് ജനങ്ങൾ എങ്ങനെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രതികരിക്കണം എന്നുള്ളത് കാണിക്കാനുള്ള ഒരു ചിത്രത്തിനെ കാണിക്കാതിരിക്കുന്നത് തെറ്റാണ്. ഇത് ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു ഷോ എങ്കിലും എല്ലാ തിയേറ്ററിലും, നല്ല തിയേറ്ററുകളിലും നോക്കി ഇത് കാണിക്കുവാനുള്ള ഒരു അവസരം ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തരണം എന്നുള്ളതാണ് ഈ നാളത്തെ പ്രൊട്ടസ്റ്റിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതുകൂടാതെ മറ്റൊരു കാര്യമുള്ളത്, എല്ലാവരും ഈ ഡാം ഡിസാസ്റ്റർ ആംഗിൾ മാത്രമേ കാണുന്നുള്ളൂ. ഡാം 999 എന്ന പ്രോജക്റ്റിന് മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇത് ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഹോളിവുഡ്, അതായത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമായിരുന്നു. അത് ഈ ഒരു പ്രശ്നങ്ങളുടെ ഇടയിൽ എല്ലാവരും മറന്നുപോയി. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം,
40 വർഷത്തിന് മുമ്പ് സത്യത്രേ തുടങ്ങി വെച്ച ഒരു ഡ്രീമിനെയാണ് ഞങ്ങളെല്ലാം കൂടി ഇത്രയും പേര് ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്ത് ഒരു വാർണർ ബ്രദേഴ്സ് പോലൊരു ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുന്നത്. ആ ഒരു പ്രോജക്റ്റ്, ഈ ഒരു പാത്ത് പിന്തുടർന്ന് ഇപ്പം തന്നെ ഒരുപാട് കഴിവുള്ള ഡയറക്ടേഴ്സ് എന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ ഈ ഒരു ഈ അനുഭവമാണ് എല്ലാവർക്കും കിട്ടുന്നതെങ്കിൽ ആരും ഇതിനു വേണ്ടി ശ്രമിക്കത്തില്ല. പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ ഒരു മെസ്സേജ് ഒരിക്കലും കൺവേ ചെയ്യപ്പെട്ടില്ല. ഈ ഒരു പ്രോജക്റ്റിനും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു മാറ്റം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടാമത് മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ഡയറക്ടർക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ കൊടുത്തു. അത് അദ്ദേഹം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലെ ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടുമായിരുന്ന ഒരു ഇതാണ് ഈ ഒരു പ്രശ്നങ്ങളിലൂടെ തകർന്നു പോകുന്നത്. അതിനും തീർച്ചയായിട്ടും മീഡിയ പ്രതികരിക്കണം. കാര്യം മീഡിയ പ്രതികരിച്ചുകൊണ്ട് മാത്രമാണ് ഈവൻ മുല്ലപ്പെരിയാർ ഇഷ്യൂ പോലും ഇപ്പോൾ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അല്ല, അത് മറ്റൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിന് പോയപ്പോൾ അവർ പറഞ്ഞത് ഈ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വരെ അവരാദ്യം ചോദിക്കുന്നത് നിങ്ങൾ എന്തിനു പോയി മുല്ലപ്പെരിയാറിൽ പോയി നിരാഹാരം ഇരുന്നു. ഞാൻ നിരാഹാരമല്ല ഇരുന്നത്, ഞാൻ അവിടെ പോയി എൻ്റെ മോറൽ സപ്പോർട്ടാണ് കൊടുത്തത്. അപ്പോൾ അവർ നിരാഹാരം ഇരിക്കുന്ന ഏതോ ഒരു മഹാപാതകമായിട്ടാണ് അവർ കാണുന്നത്. അത് എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഇത് എന്നെല്ലാം അവിടെ പോകുന്ന എല്ലാവരുടെയും ഫണ്ടമെന്റൽ. നമ്മൾ അവിടെ പോയി വയലൻസ് ഒന്നും ഉണ്ടാകുന്നല്ലോ, സമാധാനപരമായിട്ട് ചെയ്യുന്ന ഒരു സമരം, അത് എന്റെ റൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ നിരാഹാരം ഇരുന്നു തന്നെ ഞാൻ പറയുകയാണ് അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അത് തെറ്റാണെങ്കിൽ എന്നെ പിടിച്ച് ജയിലിലടച്ചോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ അത് എന്റെ അവകാശമാണ്, ഞാൻ അത് ചെയ്തിരിക്കും. പിന്നെ ഈ കോടതിയിലൂടെ ഏതായാലും 3-ാം തീയതിക്ക് മുമ്പ് ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് നീങ്ങുകയാണ് 3-ാം തീയതി മുതൽ. 18-ാം തീയതി നടക്കില്ല. കാര്യം കോടതി 16-ാം തീയതി അടയ്ക്കുകയാണ്. കോടതി പറഞ്ഞിരിക്കുന്നത് 16-ന് മുമ്പ് ഇത് സോൾവ് ചെയ്യണം എന്നുള്ളത്. ഇവർ ചെയ്യാൻ പോകുന്നത് 15-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഓഫീസ് അടയ്ക്കുന്ന സമയത്ത് ഇവർ പറയും ബാൻ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞൊരു മെയിൽ വരും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന 16-ാം തീയതി രാവിലെ വീണ്ടും സുപ്രീം കോടതിയിൽ പോയി റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സുപ്രീം കോടതി പിന്നെ പോസ്റ്റ് ചെയ്യുന്നത് ജനുവരിയിലേക്ക് പോസ്റ്റ് ചെയ്തില്ല. കാര്യം സുപ്രീം കോടതി അവധിയാണ്. അപ്പോൾ ആ രീതിയിൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു രീതിയിലും ഈ ബാൻ ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശമില്ല. അതുകൊണ്ട് തന്നെ ഓക്കെ, ഇപ്പം കോടതി മാറ്റി പോസ്റ്റ് ചെയ്താലും ജനുവരി 1-നോ 2-നോ ആയിരിക്കും അത് എടുക്കുക. അതുകൊണ്ട് തന്നെയാണ് 3-ാം തീയതി എന്നുള്ള ദിവസം വെച്ചിരിക്കുന്നത്. 3-ാം തീയതിക്ക് മുമ്പ് ഇതിന് ഒരു ഫലവത്തായ ഒരു പരിഹാരം ഉണ്ടാവണം. അല്ലെങ്കിൽ കാര്യം ഇത് പ്രതിഷേധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് സിനിമ ഇപ്പം അവര് ഈ ബാൻ ലിഫ്റ്റ് ചെയ്താലും അവരൊന്നും ഒരിക്കലും തമിഴ്നാട്ടിൽ ഈ ചിത്രം കാണിക്കാൻ പോകുന്നില്ല. പക്ഷെ അതല്ല, അതൊരു ക്രിയേറ്റീവ് പേഴ്സന്റെ റൈറ്റ് ആണ്. നമ്മൾ ഇതുപോലുള്ള ഒരു വർക്ക് ചെയ്യുമ്പോൾ ആർക്കും കയറി രാഷ്ട്രീയപരമായി ഇടപെട്ട് നിർത്തുക എന്നുള്ളത് ശരിയല്ല. അതിന് തടയിടാൻ വേണ്ടി മാത്രമാണ് ഇത് ചലഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കാര്യം നിരാഹാരം ഇരിക്കുന്നത് എൻ്റെ റൈറ്റാണ്. ഞാൻ അതുകൊണ്ട് നിരാഹാരം ഇരിക്കുന്നു. അല്ല, എൻ്റെ മൂവി കാണുന്നവരാരും അങ്ങനെ ഒരു പാനിക് ഉണ്ടാകുന്നത് മൂവിയല്ല. ആ മൂവിയുമായി ബന്ധപ്പെട്ട് ആ സമയത്തുണ്ടായ ഭൂകമ്പങ്ങളിലൂടെ മീഡിയാസ് ഇടപെട്ടതുകൊണ്ടുണ്ടായിരിക്കുന്ന സാധനമാണ്. അതായത് മൂവി കണ്ടവരാരും ഉറങ്ങാതിരിക്കുന്നില്ല. ഇവിടെ കേരളത്തിൽ മൂവി കണ്ടവരാരും പിറ്റേന്ന് ഉറങ്ങാതൊന്നും ഇരുന്നിട്ടില്ല. മൂവിയിൽ പറയുന്നത് ദുരന്തമല്ല, ആ ദുരന്തം ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, അതാണ് മെസ്സേജ് കൊടുക്കുന്നത്. മാത്രമല്ല, നാളെ മുല്ലപ്പെരിയാറിന് മുന്നിൽ പണിയുന്ന പുതിയ ഡാമിനകത്ത് അഴിമതി വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കാവുന്ന ദുരന്തം എന്ത്, അതും കൂടി ഈ ചിത്രത്തിലൂടെ കാണിക്കുന്നുണ്ട്. കേരളത്തിൽ ശക്തമായ ഏറ്റവും കാര്യം ഇവിടുത്തെ റിലവന്റ് ഇഷ്യൂ ആണ്. കേരളത്തിന് ഇന്ത്യയുടെ പുറത്ത് ആവറേജ് മറ്റ് സംസ്ഥാനങ്ങളിലെ ആവറേജ് പ്രതികരണമാണ് വന്നിരിക്കുന്നത്. കാര്യം അവരെ സംബന്ധിച്ചോളം ഇതിന്റെ ഒരു സോഷ്യൽ അവയർനെസ് അത്ര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇഷ്യൂസ് വന്നിട്ടില്ല. കാര്യം പക്ഷേ നാളെ അവിടുത്തെ ഒരു ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇതുമായിട്ടുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഡാം ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അതുമല്ല, ഞങ്ങൾക്ക് പോലും ഇതിനൊരു മൂവിക്ക് ശക്തമായ പ്രൊമോഷൻ ഇതുവരെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കാര്യം കേരളത്തിൽ ഞങ്ങൾക്ക് പോസ്റ്റർ പോലും ഒട്ടിക്കാൻ സാധിച്ചിട്ടില്ല. വളരെ ഞങ്ങൾ തന്നെ നടന്നാണ് ഇവിടുത്തെ പല സ്ഥലങ്ങളിലും പോയി പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. എറണാകുളത്ത് അതുകൊണ്ടാണ് എറണാകുളത്ത് ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് 5 തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിട്ട് ആദ്യമായിട്ടൊരു ചിത്രം ഓടിക്കാൻ സാധിച്ചു. അതും ഈ ഇത്രയും നിയന്ത്രണങ്ങൾക്കിടയിൽ അതൊരു ചരിത്ര സംഭവമാണ്. പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ ഇതിപ്പോൾ എറണാകുളം ഞങ്ങളുടെ തട്ടമായതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് പബ്ലിസിറ്റി കൂടുതൽ കൊടുക്കാൻ പറ്റി. പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് എത്താനോ പോസ്റ്റർ ഒട്ടിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. കേരളത്തിന് പുറത്തുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വാർണർ ബ്രദേഴ്സിന് തന്നെ അവർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ കാര്യം ഓരോ ദിവസവും ഇത് മൂവി ഇന്ത്യ മുഴുവൻ നിരോധിക്കപ്പെടും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ജനങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും കാര്യം നമ്മൾ മണി പമ്പ് ചെയ്താൽ മാത്രമേ ഇത് ഡിസ്ട്രിബ്യൂഷൻ വ്യക്തമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും എത്തത്തുള്ളൂ, ജനങ്ങളിൽ എത്തിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഈ ഒരു ഇഷ്യൂയിലൂടെ ജനങ്ങൾ കാണാൻ പോകുന്ന 2000 പോലെ ഒരു ചിത്രമാണ്. അങ്ങനെ ഒരു ചിത്രമേ അല്ലത്. ഇതൊരു പ്രണയകഥയാണ്. അതിന്റെ അവസാനം ഉണ്ടാകുന്ന ഒരു ഡാം ദുരന്തം. ആ ഒരു മൈൻഡ് സെറ്റിലുള്ള ജനങ്ങളല്ല ആദ്യം കയറിയേക്കുന്നത്. അതും ഒരു നെഗറ്റീവ് ചിത്രത്തിന് മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ജയലളിത ആയിട്ടില്ല അവര് കാര്യം. അത് മീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്ത് അവർ തന്നെയാണ്. കാര്യം എയർപോർട്ടിൽ നിന്ന് കംപ്ലീറ്റ് ഫുൾ സെക്യൂരിറ്റിയിലാണ് അവർ കൊണ്ടുപോയി. അവരുടെ ഹോം സെക്രട്ടറി ആയിട്ടായിരുന്നു മീറ്റിംഗ്.
അവിടെ വെച്ചിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് 45 മിനിറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ നേരെ എന്നെ എയർപോർട്ടിൽ സേഫായിട്ട് കൊണ്ടുവന്നു. പക്ഷേ അക്കാര്യത്തിൽ തമിഴ്നാട് പോലീസ് വളരെ നല്ല പ്രൊട്ടക്ഷൻ തന്നു. കാര്യം കഴിഞ്ഞ തവണ ഞാൻ ചെന്നൈയിൽ ചെന്നപ്പോൾ എനിക്ക് ആക്രമണം ഉണ്ടായതാണ് എനിക്കെതിരെ. പക്ഷേ ഇത്തവണ അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. അവർ ഒരു ലൂപ്പുകളും ഇല്ലാത്ത രീതിയിൽ ശക്തമായ പ്രൊട്ടക്ഷൻ തന്നിരുന്നു. ഈ ഒരു അവയർനെസ് ഈ ചിത്രം വന്നതുകൊണ്ട്, കാര്യം മീഡിയയ്ക്ക് തന്നെ നമ്മൾ എത്രയോ നാളായിട്ട് ഇവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതുവരെ മീഡിയാസിന് അത് കാണിക്കാൻ ഒരു വിഷ്വൽ ഇല്ലായിരുന്നു. നമ്മൾ തകർന്ന ഡാമുകളുടെ വിഷ്വൽസ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ ഒരു ഡാം തകരുന്നതിന്റെ വിഷ്വൽ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. ഈ ഒരു നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം, ആ സമയത്തുണ്ടായ ഭൂകമ്പങ്ങളിലുള്ള മീഡിയയ്ക്ക് ഹൈപ്പ് കൊടുക്കാൻ പറ്റിയത് ഇത് തകരുന്നതിന്റെ വിഷ്വൽസ് ഞങ്ങൾ ഈ ചിത്രത്തിൽ നിന്ന് കിട്ടിയതാണ്. അത് തീർച്ചയായിട്ടും ഈ മുല്ലപ്പെരിയാർ അജിറ്റേഷന് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ഇല്ല, സിനിമയ്ക്ക് ആക്ച്വലി ഞങ്ങൾ ഇതിന്റെ കൊമേഴ്സ്യൽ ടേംസ് നോക്കി കഴിഞ്ഞാൽ നഷ്ടമേ വരത്തുള്ളൂ. കാര്യം കേരളത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഇനിഷ്യൽ വീക്സിൽ കിട്ടി. ഇപ്പൊ ഞങ്ങൾക്ക് തിയേറ്റർ കാണിക്കാം. അതാ ഞാൻ പറഞ്ഞത്, ഈ വ്യാഴാഴ്ച ഇതിന്റെ അന്ത്യകൂദാശയാണ്. ഇതിനുശേഷം ഒരു തിയേറ്ററിൽ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. അവസാനം കാര്യം ഞങ്ങൾക്ക് കാണിക്കാവുന്ന ഞങ്ങളുടെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് ഞങ്ങൾക്ക് കണ്ടെത്താവുന്ന 75 തിയേറ്റേഴ്സ് ഞങ്ങൾക്ക് കിട്ടി. കേരളത്തിലെ 100 കണക്കിന് തിയേറ്റേഴ്സിൽ വെറും 75 തിയേറ്ററാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതും ലിമിറ്റഡ് പീരീഡ്. കാര്യം അവർ ഓൾറെഡി അഡ്വാൻസ് കൊടുത്ത് ഫെസ്റ്റിവൽ മൂവീസ് എടുത്ത തിയേറ്റേഴ്സാണ്. അവരുടെ റിക്വസ്റ്റ് ചെയ്തിട്ട് ആ തിയേറ്റേഴ്സ് കാണിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എറണാകുളത്ത് മാത്രം 2-3 തിയേറ്ററിൽ നമുക്കിത് കാണിക്കാൻ പറ്റും. അല്ലാതെ ഒരു സ്ഥലത്തും ഈ സിനിമ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. മാത്രമല്ല കേരളത്തിൽ നിന്ന് കുറച്ച് കൂടുതൽ കിട്ടിയെങ്കിൽ തമിഴ്നാടെന്ന് പറഞ്ഞാൽ ഇതിന്റെ 3 ഇരട്ടി മാർക്കറ്റുള്ളൊരു സ്റ്റേറ്റാണ്. അത് കംപ്ലീറ്റ് പോയി. ഇതൊരു ഇന്റർനാഷണൽ പ്രോജക്റ്റ് ആയിട്ട് വന്നതല്ലേ. അതുകൊണ്ടാണ് ബോംബെയിലാണ് ഇതിന്റെ സെൻസറിങ്ങും എല്ലാം നടന്നേക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ബോംബെയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത്. കാര്യം ഇവിടെ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ആദ്യം ഞാൻ 3 സിനിമ ചെയ്യണ്ടേ. ഇവിടുത്തെ ഡയറക്ടർ അസോസിയേഷൻ ഇറങ്ങി ഞാൻ ആദ്യം 3 സിനിമ കഴിയുമ്പോൾ എന്നെ കയറ്റും. അല്ലെങ്കിൽ ഏത് അസോസിയേഷൻ ഇറങ്ങി അത് 3 അങ്ങനെയാണെന്ന് തോന്നുന്നത് ഇവിടുത്തെ റൂള്. അന്ന് ഇറങ്ങുന്ന ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ പറഞ്ഞ ഒരു ജനറൽ ആയിട്ടുള്ള ഇഷ്യൂ, അതായത് നമ്മളെ സംബന്ധിച്ചോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ തുടങ്ങിയ സമയത്തും റിലീസ് ചെയ്ത സമയത്തും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അസോസിയേഷന്റെ. വിലക്കുകളും നിരോധനങ്ങളും പിന്നെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിനെതിരെ അവരെ പുറത്താക്കുന്നുള്ള സംഘടനാ തീരുമാനം നോട്ടീസ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സംഘടനകൾ ഏതാണ്ട് ഇപ്പോൾ അറിയാം എല്ലാവർക്കും ഏത് സംഘടനകളാണ് വന്നിരിക്കുന്നത്. അന്ന് തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇത് റിലീസിന്റെ സമയത്തും നമുക്ക് ഇറങ്ങുമ്പോൾ ജനറലായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ പ്രശ്നങ്ങൾ നമ്മളെയും ബാധകമാക്കി. അതിലും അന്യഭാഷാ ചിത്രങ്ങളുടെയും മലയാള ചിത്രങ്ങളെന്ന് പറഞ്ഞ ഇടയിൽ നമ്മൾ അതിലും ഒരു സ്കേപ്പ് ഗോട്ടായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ അസോസിയേഷനുകൾ വിലക്കുകളും നിരോധനങ്ങളും കൂടാതെ ഒരു സഹായഹസ്തവുമായിട്ട് ഇന്ന് വരെ ഒരാളും ഹെൽപ്പ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മളുടെ പരിചയത്തിലും നമ്മളുടെ കോളിലും നമ്മളായിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ട് കുറെ തിയേറ്റേഴ്സ് പിടിക്കാൻ പറ്റിയത് മാത്രമേ ഇതിലൊരു മാത്രമായിട്ടുള്ള സംഭവം നടന്നിട്ടുള്ളൂ. ഇന്നിപ്പോ പുതിയ പടങ്ങൾ എടുക്കാൻ വരുമ്പോഴും അസോസിയേഷൻ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന വിലക്കുകളും ബയലോസും ഇറക്കുന്നല്ലാണ്ട് എന്ത് ചെയ്യാന്നുള്ള പുതിയ ഡയറക്ടറെ പുതിയ പ്രൊഡ്യൂസറെ എത്രത്തോളം ചെയ്യാം പ്രൊമോട്ട് ചെയ്യാം അത് നമ്മൾ നേരിട്ട്, അതായത് അസോസിയേഷൻ ഇല്ലാത്ത തിയേറ്റേഴ്സിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നമ്മൾ നേരിട്ട് വിളിച്ച് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ നേരിട്ട് വിളിച്ച് പിന്നെ ആ സമയത്ത് മറ്റുള്ള സിനിമകൾ റിലീസ് ഇല്ലാത്ത കാരണം ഭാഗ്യവശാൽ കിട്ടിയ കുറച്ച് തിയേറ്ററുകളാണ്. അന്ന് അതേപോലെ തന്നെ വേറൊരു മലയാള പടത്തിനും ഇത് ബാധകമായിരുന്നു. നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ്. സ്വപ്നസഞ്ചാരി പോലത്തെ അന്ന് റിലീസ് ചെയ്ത എല്ലാ ചിത്രങ്ങൾക്കും ബാൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് താഴെ തട്ടിലുള്ള ഉൾനാടുകളിലുള്ള തിയേറ്ററുകളിൽ പ്രിന്റ് പോവാൻ സമ്മതിക്കാണ്ട് നോട്ടീസോ ഇതൊക്കെ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. പ്രിന്റ് അവിടെ ഇറക്കാൻ പാടില്ല, ഈ ചിത്രം കളിച്ചിത്രം മതി എന്ന് പറഞ്ഞുള്ള ഒരു വിലക്കും അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചിത്രങ്ങൾ പോലെയുള്ള ഈ ചിത്രം ഇനി ഓടണ്ട എന്നുള്ള രീതിയിലുള്ള നോട്ടീസാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ അവസ്ഥയല്ല, സിനിമ ഇത്ര ദിവസമായി ഞങ്ങൾക്ക് 1000 പോസ്റ്റർ ഞങ്ങൾക്ക് ഒട്ടിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ട്. കുമിളി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ കട്ടപ്പന പോലുള്ള സ്ഥലങ്ങളിലൊക്കെ സിനിമ വേണമെന്ന് തിയേറ്ററുകാർ അവർക്ക് ആവശ്യപ്പെട്ടിട്ട് പ്രിന്റ് അയച്ചിട്ട് അത് വഴിമധ്യ അത് തടഞ്ഞു വെച്ച് തിരിച്ച് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. കളിക്കാൻ പറ്റില്ല എന്ന് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട്, അതിനെ തിരിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ കേരളത്തിൽ എത്രയായാലും നമുക്കൊരു മുതൽ മുടക്കിൽ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇത്രയേ കിട്ടുള്ളൂ. എന്നാലും പ്രദർശിപ്പിക്കാനുള്ള ഒരു മൗലിക അവകാശം തടഞ്ഞു വെക്കാന്ന് പറയുന്നത് ശരിയല്ല. ഞങ്ങൾ മറ്റൊന്നും റിക്വസ്റ്റ് ചെയ്തില്ല. ഒരു ഷോ, അത് ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ഒരു മോർണിംഗ് ഷോയോ നൂൺ ഷോയോ എന്തെങ്കിലും ഒരു ഷോ ഇവിടുത്തെ അവിടെ ആ ഏരിയയിലുള്ള ജനങ്ങൾക്ക് ഇത് കാണുവാനുള്ള ഒരു അവസരം അത് ചെയ്തു തരുവാൻ മീഡിയ എന്തെങ്കിലും ചെയ്തു തരണം. ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് റിക്വസ്റ്റ്. തമിഴ്നാടിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. തമിഴ്നാട് മൊത്തത്തിൽ അവരൊരു സോഷ്യൽ ഇഷ്യൂയാണ്. പക്ഷേ കേരളത്തിൽ കാണിക്കുന്ന ഇത് ഒരു നീതിക്കും ഒക്കെ ഒരു, അതായത് മനുഷ്യന്റെ സംസ്കാരത്തിന് നിരക്കാത്ത ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള വിലക്കുകൾ. കാര്യം ഇത് കേരളത്തിലെ ജനങ്ങൾ കണ്ടിരിക്കണം, ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് എന്ന് മനസ്സിലാക്കാൻ പോലും ആക്കാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഞങ്ങളുടെ രണ്ടാമത്തെ ചിത്രം ഇവിടെ ചെയ്യാതിരിക്കാനുണ്ടായ കാരണം ഇത് തന്നെയാണ്. ഞങ്ങൾ വിദേശത്ത് പോയിട്ടാണ് എല്ലാം ചെയ്തത്. പക്ഷേ അടുത്തൊരു ചിത്രം എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല. കാര്യം മിക്കവാറും എനിക്ക് നാളെ മുതൽ എല്ലാ അസോസിയേഷനും വിലക്കായിരിക്കും. ഇപ്പം തമിഴ്നാട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായി. മുല്ലപ്പെരിയാർ കാരണം എനിക്ക് തമിഴ്നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഇനിയിപ്പം കേരളത്തിൽ സിനിമയെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നാളെ ഈ ഒരു പ്രസ് കോൺഫറൻസ് കാരണം മിക്കവാറും ഒരു വിലക്കുകളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടാവും. അത് എനിക്ക് പ്രശ്നമില്ല, എന്നെ വിലക്കുന്ന വിലക്കോട്ടെ. പക്ഷേ ഇത് ഞാനെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല.
കാര്യം ഞാനൊരു ഫുൾ ടൈം ഫിലിം മേക്കർ അല്ല. എനിക്ക് ഇതില്ലെങ്കിൽ ഞാൻ മറ്റൊരു സ്ഥലത്ത് പോയി ചെയ്യാൻ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടുത്തെ സാധാരണ ഫുൾ ടൈം ഒരു ഫിലിം മേക്കർക്ക് ഇതുപോലൊരു അവസരം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനെ പ്രതികരിക്കാൻ പോലും ചിലപ്പോൾ സാധിക്കുമെന്ന് വരത്തില്ല. അവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രതികരിക്കുന്നു. 18-ാം തീയതി നിരാഹാരം ഇവിടെ സമരപ്പന്തലിലുണ്ടാവും. അതൊരു സൂചന മാത്രമാണ്. 3-ാം തീയതി തൊട്ട് അനിശ്ചിതകാല നിരാഹാരമാണ്. ഞങ്ങളുടെ മാത്രം പ്രശ്നമെന്ന് കരുതരുത്. ഇത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. എല്ലാവരും മനസ്സിൽ കുറെ ഡാമും കൊണ്ട് നടക്കുന്നവരാണ്. അവർക്ക് വേണ്ടി ഞാൻ സംസാരിച്ചതാണ്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഭാവിയിൽ ഒരു ഫിലിം മേക്കർക്ക് ഇതുപോലുള്ള ദുരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ദയവ് ചെയ്ത് മീഡിയാസ് നിങ്ങൾക്ക് ഒരു ദിവസം 8-10 പേജ് നിങ്ങൾ നിറയ്ക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ. ഇതിനുവേണ്ടി ഒരു കോളം മാറ്റിവെക്കുക. മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ ഇത്രയും ചർച്ചാ വിഷയമാക്കിയ മാധ്യമങ്ങൾക്ക് ഇതിനൂടെ പരിഹാരം കാണാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിരിക്കും.